ഹലോ, നിങ്ങളാരെങ്കിലും പാളപ്പം തിന്നിട്ടുണ്ടോ? ഞങ്ങളിവിടെ വിഷുവിന് സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കുന്നൊരു സംഭവമാണ് കേട്ടോ പാളപ്പം എന്ന് പറയുന്നത്. വിഷുവിൻ്റെ തലേന്ന് വൈകുന്നേരം പാടത്ത് പോയി പാളൊക്കെ സെറ്റാക്കി വെക്കും. എന്നിട്ട് രാവിലെ തന്നെ പപ്പ അതിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കി അടുപ്പിൽ വെച്ച് പാളപ്പം ചുട്ടെടുക്കും. ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി പാളയിൽ ഇങ്ങനെ വെച്ചാണ്ട് ഇത് കെട്ടും. ഇതൊരു പാന്തം കൊണ്ടാണ് കേട്ടോ കെട്ടുന്നത്. കാരണം അത് തീയിൽ വെക്കുമ്പോൾ കത്തിപ്പോവാതിരിക്കാനാണ് ഈ പച്ചപ്പാന്തം കൊണ്ട് കെട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ കെട്ടി സെറ്റാക്കി എടുക്കും. അത് കഴിഞ്ഞ് അത് കനലിലോ തീയിലൊക്കെ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കും. ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടാണ്ട് സംഭവം സെറ്റാക്കി എടുക്കും. ചുട്ടെടുത്ത് വെന്ത് കഴിഞ്ഞ് ഇതെടുത്താൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ കാണാൻ. പുറത്തെ കരിഞ്ഞിട്ടുള്ള പാളൊക്കെ കളഞ്ഞ് അതിന്മേൽ എന്തെങ്കിലും കരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കത് മുറിക്കാം. 3-4 വർഷമായിട്ട് വിഷു ഒന്നും ആഘോഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പാളപ്പം ഉണ്ടാക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് 3 പാളപ്പമാണ് ഉണ്ടാക്കിയത്. ഒന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കിയ പാളപ്പം, പിന്നെ ഫാമിലി ഒക്കെ വന്നപ്പോൾ വേറെ 2 പാളപ്പം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇങ്ങനെ കേട്ടോ. ആ പാളയുടെ ആ ഷേപ്പും ആ പാളപ്പം ഉണ്ടാകുന്ന ആ പാടുകളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ അപ്പത്തുമ്മലും കിട്ടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വിഷുവിന് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കൽ? നിങ്ങൾ ഇതിനു മുന്നേ പാളപ്പം കഴിച്ചിട്ടുണ്ടോ, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്